വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എംബ്രിയോ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന 2 ലക്ഷണത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാം, ഇംപ്ലാന്റേഷൻ്റെ തന്നെയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബോഡി ശ്രദ്ധിച്ചോളൂ എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം ആ ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇതുപോലെ ഒരു കുട്ടിക്ക് പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആ കുട്ടിക്ക് ഹെൽത്തി പ്രഗ്നൻസിയും ഹെൽത്തി ഡെലിവറിയും ആകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ, അതായത് നമ്മുടെ ബോഡി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ കണ്ടുവരുന്ന പ്രഗ്നൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള 2 സിംറ്റംസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന സിംറ്റംസ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടില്ലെങ്കിലും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആളുകൾക്ക് ഡേറ്റ് മിസ്സായി 5 ഡേയ്സിന് ശേഷമൊക്കെ ആയിരിക്കും പ്രഗ്നൻസിയുടെ ഇതുപോലുള്ള സിംറ്റംസ് വരുന്നത്. ചിലവർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒന്നും തന്നെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ചിലവർക്ക് ഈ പറയുന്ന വേദനയുടെയൊക്കെ ഡെപ്ത് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് സിംറ്റംസ് ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഡേറ്റ് മിസ്സായി 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇന്ററാക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം സംസാരിക്കുന്നത് ശരീരത്തിലെ താപനില വെച്ചിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചർ നമ്മളൊന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നോ എന്നോ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ സംഭവിക്കുന്ന ഒരു കുറവാണ്, ഒരു താഴ്ചയാണ് ഈ ഡിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഒരു ഡിപ്പ്. സാധാരണ നമ്മളെല്ലാം ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ കുറച്ചൊന്ന് ഇൻക്രീസ് ആകും. ദെൻ പീരിയഡ്സ് അടുക്കെയുള്ള ആ ഒരു ദിവസത്തിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒന്ന് ഡിക്രീസ് ആവും. അങ്ങനെ ഡിക്രീസ് ആവാനായിട്ടുള്ള കാരണം നമ്മുടെ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ഡിക്രീസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സാധാരണ നമ്മൾ നോർമലി നമ്മുടെ ആ ഒരു ബോഡി ടെമ്പറേച്ചർ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇൻക്രീസ് ആകുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു ദിവസമായിട്ടുള്ള ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 6 മുതൽ 12 ദിവസത്തിനകത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ നേരിയ ഒരു കുറവ് അനുഭവപ്പെടും. ഈ ഒരു കുറവ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ഒരു കുറവ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ലക്ഷണമാണത്. ഇനി ഈ ഒരു ഇംപ്ലാന്റേഷൻ ഡിപ്പ് എങ്ങനെയാണ് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ കിടക്കയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചാരിയിരിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് കിടക്കയിൽ കിടന്നിട്ട് നമ്മളൊരു ഡയറിയോ അല്ലെങ്കിൽ ഒരു തെർമോമീറ്ററോ നമ്മുടെ അടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീര താപനില നമ്മൾ മോണിറ്റർ ചെയ്യുക. ഈ ശരീര താപനില നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് ഇത് ഒരു ബുക്കിൽ എഴുതി വെക്കുക. നോർമലി നമുക്കുണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സ് കഴിഞ്ഞിട്ടും, അതായത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് എക്സാക്റ്റ് നമ്മുടെ ആ ഒരു പീരിയഡ്സ് അടുക്കുന്ന ആ ഒരു ദിവസം വരെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഈ ഒരു ഡിപ്പ്, ഒരു ടെമ്പറേച്ചറിൽ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു എന്ന് ചെറുതായിട്ടൊന്ന് അനുമാനിക്കാനായിട്ട് സാധിക്കും. നമ്മളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾക്ക് പനിയൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിന് മുൻപാണ് ഈ ഒരു ടെമ്പറേച്ചർ നിങ്ങൾ മോണിറ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്കൊരു കറക്റ്റായിട്ടുള്ള റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റു പല പ്രഗ്നൻസി ലക്ഷണങ്ങളും നിങ്ങളിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഡിപ്പ് നമുക്കുണ്ടാകുന്നത് 1 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. നോർമലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്കൊരു 98 ഒക്കെയാണ് നമുക്ക് ടെമ്പറേച്ചർ കാണുന്നതെങ്കിൽ, ഒരു 98 ഡിഗ്രിയൊക്കെയാണ് നമുക്ക് ടെമ്പറേച്ചർ കാണുന്നതെങ്കിൽ ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ കുറവ് വരുന്നത് ഒരു 97.3 ഒക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ കുറവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 0.7 വ്യത്യാസം മാത്രമേ അവിടെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്,
നമ്മൾ വേറെ ഏത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുൻപും ഈ ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ ടെമ്പറേച്ചർ ഒന്ന് മോണിറ്റർ ചെയ്യുക കേട്ടോ. അതല്ലാതെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഇരുന്ന് നേരെ ഒന്ന് അങ്ങോട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കി ഇരുത്തിയതിന് ശേഷമോ അല്ലെങ്കിൽ ഈവൻ വാഷ്റൂം യൂസ് ചെയ്ത് വന്നതിന് ശേഷമോ നിങ്ങൾ ഈ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യരുത്. നിങ്ങൾ കിടന്നിട്ട് ആ കിടന്ന കിടപ്പിൽ വേറെ ഏത് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നതിന് മുൻപും എത്രയാണോ നിങ്ങളുടെ ടെമ്പറേച്ചർ അത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. ഈ ടെമ്പറേച്ചർ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുമ്പോഴേക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 6 to 12 ഡേയ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പ് നിങ്ങളുടെ ടെമ്പറേച്ചറിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഡിപ്പിന് അർത്ഥം ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്നാണ്. നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം. രണ്ടാമതായി സംസാരിക്കുന്നത് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദനയെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് നമുക്ക് പീരിയഡ്സ് വന്ന് നിൽക്കുന്നത് പോലുള്ള ഒരു വേദന നമുക്ക് അനുഭവപ്പെടുക. പ്രഗ്നന്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും ഈ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ ഒരു ദിവസം ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദന വരുന്നുണ്ട്, ഈ മാസവും എനിക്ക് നഷ്ടമായി പോയി എന്ന് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വേദന ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പീരിയഡ്സ് ആകുന്നതിന് മുൻപാണെങ്കിലും നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് കോൺട്രാക്ഷൻസ് സംഭവിച്ചിട്ടാണ് നമുക്ക് പീരിയഡ്സ് ആകുന്നത്. ഇനി നമുക്ക് പ്രഗ്നൻസി ആണ് ആകുന്നതെങ്കിൽ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നുണ്ട്. സ്ട്രെച്ച് ആകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് അതുവരെ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്നും അതൊന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലുള്ള ക്രാംസ് അനുഭവപ്പെടും. കാരണം നമ്മുടെ ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന എൻഡോമെട്രിയൽ ലൈനിങ് ഒന്ന് ഒരു പൊസിഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ആ ഫെർട്ടിലൈസ്ഡ് എഗ് അവിടെ അറ്റാച്ച് ആവുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അവിടെ ചെറുതായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് പീരിയഡ്സ് അടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടം അല്ലെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് ഒന്ന് ഗ്രോ ആയി തുടങ്ങുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പുറപ്പെടുവിപ്പിക്കാനായിട്ട് തുടങ്ങും. റിലാക്സിൻ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസിലും ജോയിന്റ്സിലും ലിഗമെന്റ്സിലും ഒക്കെ വേദന അനുഭവപ്പെടും. ഇതൊന്നിങ്ങനെ എക്സ്പാൻഡ് ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എംബ്രിയോയ്ക്ക് അവിടെ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും യൂട്രസിന് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രോ ആകാനായിട്ട് സാധിക്കില്ല. അത് ഗ്രോ ആകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അതിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകണം, അതായത് ഒന്ന് വലിയണം. ഇതൊന്ന് വലിയണമെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന ആ മസിൽസും ലിഗമെന്റ്സും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകണമെങ്കിൽ നമുക്ക് അവിടെ വേദന അനുഭവപ്പെടൂലേ. ഈ വേദന ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും തന്നെ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ട് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി ഈ വേദനയുടെ ദൈർഘ്യം എത്രത്തോളം ഉണ്ടാകുമെന്നും ഡെപ്ത് എത്രത്തോളം ഉണ്ടാകുമെന്നും നമുക്ക് നോക്കാം. ഈ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെ നമുക്കുണ്ടാവുന്ന പ്രഗ്നൻസിയുടെ ആ ഒരു ലക്ഷണം ഒരിക്കലും നമുക്കുണ്ടാകുന്ന ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കില്ല. ഹെവി ആയിട്ടുള്ള ക്രാംസ് ആയിരിക്കില്ല. നമുക്ക് പീരിയഡ്സിന്റെ ആ ഒരു ചെറിയൊരു ബ്ലീഡിംഗ് തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ഈ ബ്ലീഡിംഗ് തുടങ്ങുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വളരെ ചെറിയൊരു വേദനയായിരിക്കും പ്രഗ്നൻസി ആവുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്. അതല്ലാതെ നമുക്ക് പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഓവർ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ദിവസമോ അനുഭവപ്പെടുന്ന തരത്തിലുള്ള സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വേദനയായിരിക്കില്ല പ്രഗ്നൻസി ആകുന്ന ഒരു സ്ത്രീക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാകുന്ന കേട്ടോ. അത് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് പീരിയഡ്സിന്റെ ബ്ലഡ് എവിടെയോ വന്ന് കെട്ടി നിൽക്കുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഒക്കെ ആയിരിക്കും എപ്പോഴും പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്നത് കേട്ടോ. എന്റെ ആദ്യത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കറിയില്ല ഈ ഒരു വേദന എനിക്ക് വരുന്നത് പ്രഗ്നന്റ് ആയതുകൊണ്ടാണെന്ന്. കാരണം അതിനെപ്പറ്റി ഒരു നോളജും ആ സമയത്തില്ല. പീരിയഡ്സിന്റെ ബ്ലഡ് എവിടെയോ വന്ന് കെട്ടി നിൽക്കുകയാണ്, അത് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ അനീമിക് ആയതുകൊണ്ടാണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സിംറ്റംസ് പലർക്കും ആ ഒരു പ്രഗ്നൻസി സമയത്ത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് പലരും ചെയ്തു വെക്കുന്ന മറ്റൊരു ബ്ലണ്ടർ ഉണ്ട് കേട്ടോ. കാരണം പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു വേദന വരുമ്പോഴേക്കും പലരും ഫെഡപ്പായി പോവുകയാണ്. മുഖത്ത് കുരുക്കൾ വരുമ്പോൾ അത് പ്രഗ്നൻസി അല്ല പീരിയഡ്സ് ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദനയും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചിന്തിക്കും ഈ ഒരു മാസവും കൂടി നഷ്ടമായി പോയി എന്ന് തന്നെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നവര് പലരും ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെള്ളമോ അല്ലെങ്കിൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ.
ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഈസി ആയിട്ട് പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിൽ അവർ പ്രഗ്നന്റ് ആകാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ശരീരത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ആ സമയത്ത് പീരിയഡ്സിന്റെ വേദന ലൈറ്റ് ആയിട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് നാച്ചുറലി പീരിയഡ്സ് വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ എക്സസൈസുകളോ ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നതിന് അത് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ബ്ലണ്ടർ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. ഇൻ കേസ് നമുക്ക് പീരിയഡ്സിന്റെ ദിവസം ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള, അതായത് പീരിയഡ്സിന് പോകുന്നത് പോലെയുള്ള ബ്ലീഡിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട്, ചേച്ചി പീരിയഡ്സ് ആകുന്ന ദിവസം ലൈറ്റ് ആയിട്ട് മാത്രമേ സ്പോട്ടിംഗ് ഉണ്ടായിട്ടുള്ളൂ, അതിനുശേഷം ആ സിംറ്റംസ് ഒക്കെ കണ്ടിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സസ് ആയിട്ട് ബ്ലീഡിംഗ് വരുന്നുണ്ടോ, പീരിയഡ്സ് പോലെ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ബ്ലീഡിംഗ് നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഇനിയും വഴിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അത്രേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.